ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നും വന്നിരിക്കുന്നത് കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇത് നമ്മുടെ ചന്ദനത്തിരി എല്ലാവരുടെ വീട്ടിലും ഒരുപോലെ ഉണ്ടാകുന്ന സാധനം തന്നെയാണല്ലോ ഇത്. അപ്പോൾ ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പം അതിൻ്റെ പാക്കിൻ്റെ മുകളിലൂടെയൊക്കെ ഒന്ന് മണത്ത് നോക്കുമ്പോൾ നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവും. പക്ഷേ വീട്ടിൽ വന്ന് കത്തിച്ച് തുടങ്ങുമ്പം അത്ര വിചാരിച്ചത്ര സ്മെല്ലും ഉണ്ടാവില്ല. ചിലപ്പോൾ നല്ല നമുക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും സ്മെല്ലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് പ്രയോജനപ്പെടുത്താം കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള പെർഫ്യൂം എടുത്തിട്ട് ഈ ഒരു ചന്ദനത്തിരിൻ്റെ മുകളിലേക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. നമ്മളെ വീട്ടിലുള്ള പെർഫ്യൂം എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട പെർഫ്യൂം സ്മെല്ലൊക്കെ ആയിരിക്കുമല്ലോ ഉണ്ടാവുക. അപ്പം ഈ ഒരു ചന്ദനത്തിരിക്ക് ഈ ഒരു സ്മെല്ലായിരിക്കും കേട്ടോ. ഭയങ്കര ഒരു സ്മെല്ല് തന്നെയായിരിക്കും, ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു സ്മെല്ല് തന്നെയായിരിക്കും കേട്ടോ ഉണ്ടാവുക. അപ്പം ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് റോളറാണ് കേട്ടോ, റെക്സോണിൻ്റെ ഒരു റോളറാണ് തേച്ച് കൊടുത്തിട്ടുള്ളത്. റോളർ തേച്ച് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ കത്തിത്തീരത്തില്ല കേട്ടോ, അതൊരു മെഴുക് പോലെ ഇരിക്കുന്നതിനെ കൊണ്ട്. അപ്പോൾ അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. നമ്മൾ കിച്ചണിലൊക്കെ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുമ്പം ഫോൺ വെച്ചിട്ട് എന്തെങ്കിലും സിനിമയോ ബിഗ് ബോസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ. അപ്പോൾ ഫോൺ കുപ്പീൻ്റെ മുകളിലൊക്കെ ചാരി വെച്ചിട്ട് കാണുമ്പം ഫോൺ പെട്ടെന്ന് നിലത്ത് വീഴാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. ഇതേപോലത്തെ ഒരു സെലോ ടാപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. താഴെ വീണ് പോവോ അങ്ങനത്തെ ഒരു ടെൻഷനൊന്നും വേണ്ട, നമുക്ക് സുഖമായിട്ട് ഇരുന്ന് കാണുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. നമ്മൾ ഒരുപാട് കാലം ഉപയോഗിക്കാണ്ടൊക്കെ വെച്ചിട്ടുള്ള ബാഗൊക്കെ ഉണ്ടെങ്കിലും, അതേപോലെ തന്നെ ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാനൊക്കെ ഒരു മാസം സ്കൂളൊക്കെ തുറക്കുന്ന ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ബാഗ് നമ്മൾ എടുക്കാണ്ടൊക്കെ വെച്ച് ബാഗൊക്കെ എടുക്കുമ്പം ഈ ഒരു സിബിന് അങ്ങനെ ഒരു സ്റ്റക്കായി കിടക്കുന്ന സ്വഭാവമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു മെഴുകുതിരി എടുക്കുക. എന്നിട്ട് ഈ ഒരു റണ്ണറിൻ്റെ മുകളിലായിട്ടൊന്നും ഇങ്ങനെ തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല സിബ് നല്ല സ്മൂത്തായിട്ട് ഇടാനും അഴിക്കാനും ഒക്കെ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് നേരെ വാസ്ലിൻ വെച്ചിട്ടും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമേ. മെഴുകുതിരി വെച്ചിട്ടും പറ്റും, വാസ്ലിൻ വെച്ചിട്ടും പറ്റും. അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. അപ്പോൾ ഞാനൊരു പാനിൻ്റെ അകത്ത് നമ്മുടെ ഇഡ്ഡലീൻ്റെ അകത്ത് ഉണ്ടാവില്ലേ അടയൊക്കെ ചുടുന്ന ഈ ഒരു തട്ട്, അതൊന്ന് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടായ ശേഷം എന്തിനാന്ന് കാണിച്ചു തരാവേ. നമ്മൾ ബിസ്ക്കറ്റൊക്കെ പാക്കൊക്കെ ഒന്ന് പൊട്ടിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കന്നെ അതൊന്ന് തണുത്ത് പോവും, നളുത്ത് പോയ പോലെ ആയി പോവും, നല്ല ക്രിസ്പി ആയിട്ടിരിക്കില്ല. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ബിസ്ക്കറ്റ് ഇങ്ങനെ ഒന്ന് ചൂടാക്കിയിട്ട് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഒരു 5 മിനിറ്റ് ഈ ഒരു പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ തന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള ഈ ഒരു അടേൻ്റെ തട്ടും നല്ലപോലെ ചൂടായിട്ടിരിക്കും. അപ്പോൾ ഓരോ ബിസ്ക്കറ്റായിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ അടുക്കി വെച്ച് കൊടുത്താൽ മതി. ഒരു 2 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. അത് ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത് ഓൾറെഡി ചൂടായിരിക്കുന്നതിനെ കൊണ്ട് വീണ്ടും തീ വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നല്ല രീതിക്ക് തന്നെ അത് ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് ഇത് നേരെ കുപ്പിയിലേക്കോ എന്തിലേക്കോ അടച്ച് വെച്ചാൽ മതി. അടപ്പുള്ള ഈ ഒരു കുപ്പീൻ്റെ അകത്തേക്ക് 2 മണി അരിയും കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ബിസ്ക്കറ്റ് ഒത്തിരി കാലം കഴിഞ്ഞാലും ഈ ഒരു നളുത്ത് പോവുക, അങ്ങനെ ഉപയോഗിക്കാൻ പറ്റാണ്ടായി പോവുകയൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അത് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. പാക്ക് പൊട്ടിച്ചതിനെ കൊണ്ട് തന്നെ തണുത്ത് പോയിട്ടുണ്ടായിരുന്നു. അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ ക്ലോത്തിനൊക്കെ കുത്തുന്ന ഈ ഒരു ക്ലിപ്പാണ്. ഈ ഒരു ക്ലിപ്പ് വെച്ചിട്ടുള്ള അടിപൊളി ടിപ്പാണ് കേട്ടോ. നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജ് ചിലപ്പം ചെറുതായിരിക്കാം അല്ലെങ്കിൽ വലുതായിരിക്കാം. കുറേ സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പിന്നെ വെക്കാനൊന്നും സ്ഥലം ഇല്ല എങ്കിൽ നമുക്ക് ഈ ഒരു ടിപ്പ് പ്രയോജനപ്പെടുത്താം. ഇങ്ങനത്തെ സോസ് അങ്ങനത്തെ അങ്ങനെ എന്തെങ്കിലും മസാലപ്പൊടിയൊക്കെ ആയിട്ട് പാക്കറ്റൊക്കെ ആയിട്ട് കിട്ടുന്ന സാധനങ്ങളില്ലേ, അത് നമുക്ക് ഈ ഫ്രിഡ്ജിൻ്റെ ഡോർമേൽ ഈ ഒരു ഭാഗത്തായിട്ട് ഇതേപോലെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പം ഒത്തിരി സ്ഥലം നമുക്ക് ലാഭിക്കുകയും ചെയ്യാം. സ്ഥലമൊന്നും ഇല്ല എങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. നമുക്ക് വേനൽക്കാലത്തും മഴക്കാലത്തൊക്കെ ഒരുപോലെ ആവശ്യമായിട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഈ ഒരു കുട. ഈ ഒരു കുടുക്കുന്ന ഈ ഒരു സംഭവം, ഈ ഒരു കുടുക്ക് പോലത്തെ സംഭവം പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്കിത് ബാഗിലൊക്കെ വയ്ക്കുമ്പം ഒത്തിരി സ്ഥലമൊക്കെ വേണ്ടി വരും. ആ ഒരു സമയത്ത് നമുക്ക് ഇതേപോലെ കുട നമ്മൾ ഒന്ന് മടക്കി എടുക്കുക. എന്നിട്ട് ഇതേപോലെ ഈ ഒരു സാധനം പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വിചാരിച്ച പോലെ മടക്കി ക്ലിപ്പ് ചെയ്ത് വെക്കാൻ പറ്റില്ല. ആ ടൈമിൽ നമുക്ക് ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഇത് ഈസി ആയിട്ട് തന്നെ കുടുക്കിയിട്ട് വെക്കാം. അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കാത്ത സമയത്ത് കൂടെ നമുക്ക് ഈ ഒരു അതിന് വാങ്ങിക്കുമ്പോൾ ഒരു കവറ് കിട്ടത്തില്ലേ, ഒരു കവറ് വാങ്ങിച്ച് കഴിഞ്ഞ ഒരു 2-3 ദിവസമൊക്കെ കൂടെ ഉണ്ടാവും, പിന്നെ അത് ഉണ്ടാവില്ലല്ലോ. എൻ്റെ സ്ഥിതിയാണ് കേട്ടോ അത്. അങ്ങനെ വരുന്ന സമയത്ത് പഴയ സോക്സൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സോക്സിൻ്റെ അകത്തേക്കൊക്കെ വെച്ചിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഇങ്ങനെ വയ്ക്കുമ്പോൾ കുടയ്ക്ക് യാതൊരുവിധ കേടുപാടുകളും പറ്റില്ല. നമുക്ക് 1-2-3 വർഷത്തേക്കൊക്കെ ഒരു കുട തന്നെ വെച്ചിട്ട് ഉപയോഗിക്കാനും പറ്റും കേട്ടോ. ഇതേപോലെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ, ഇങ്ങനെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു കുട കേടായി പോവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഒത്തിരി കാലം കഴിഞ്ഞാലും ഒരു കുട വെച്ചിട്ട് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോവുകയും ചെയ്യാം.
അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. ഇത് നമ്മുടെ മിക്സീൻ്റെ ജാറാണ്. ഇപ്പം വെക്കേഷനാണ്, നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോവുകയൊക്കെ ചെയ്യും. ഇപ്പോൾ മിക്സി ഒന്നും ഉപയോഗിക്കത്തില്ലല്ലോ വീട്ടിലില്ലെങ്കിൽ. ഒരു സമയത്ത് കുറേ നാൾ നമ്മൾ ഉപയോഗിക്കാണ്ടിരുന്നത് പിന്നെ ഈ ഒരു മിക്സി തുറക്കുമ്പോൾ ഭയങ്കര ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും മസാലയൊക്കെ അരച്ച് കഴിഞ്ഞാലും അതിൻ്റെയൊക്കെ സ്മെല്ല് നമ്മൾ സോപ്പിട്ട് കഴുകിയാൽ കൂടെ പോകത്തില്ല. അങ്ങനെ വരുന്ന നേരം ഈ ഒരു കുറച്ച് ന്യൂസ് പേപ്പറിൻ്റെ കഷ്ണം എടുത്തിട്ട് ഈ ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല ഒരു 1/4 ഗ്ലാസ്, എത്ര വേണ്ട ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. അരച്ചെടുത്ത് കഴിഞ്ഞ ഉടനെ അതിൻ്റെ അകത്തുള്ള സ്മെല്ലൊക്കെ നല്ല രീതിക്ക് തന്നെ പോയിട്ടുണ്ടാവും. ഈ ഒരു ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല. നമ്മൾ സോപ്പിട്ട് കഴുകിയാലും ഈ ഒരു സ്മെല്ല് അതിലുണ്ടാവും. പക്ഷേ നമ്മൾ ന്യൂസ് പേപ്പറും ബേക്കിംഗ് സോഡയും ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് അരച്ചെടുക്കുകയാണെങ്കിൽ ഈ ഒരു സ്മെല്ലൊക്കെ നല്ല രീതിക്ക് തന്നെ പോയിട്ടുണ്ടാവും. അതേപോലെ തന്നെയാണ് നമ്മുടെ ഹോട്ട് ബോക്സും. അതിൽ നമ്മൾ ചോറൊക്കെ ഇട്ട് കഴിഞ്ഞ് കുറേ സമയം അടച്ച് വെച്ചാലൊക്കെ, ഞാൻ കഴുകി കഴിഞ്ഞിട്ടും അടച്ച് വെച്ചാലും ഒരു സ്മെല്ല് ഉണ്ടാവാറുണ്ട്. അപ്പം അതിലും നമുക്ക് ഇതേപോലത്തെ ട്രിക്ക് തന്നെ ഉപയോഗിച്ച് നോക്കാം കേട്ടോ. മിക്സിയിലായാലും ഹോട്ട് ബോക്സിലായാലും ഇതേപോലത്തെ ട്രിക്ക് തന്നെ നമുക്ക് ഉപയോഗിച്ച് നോക്കാം. ഇതിപ്പം ഇങ്ങനത്തെ ഹോട്ട് ബോക്സൊക്കെ ആകുമ്പോൾ നമ്മൾ പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം തന്നെ ഒഴിക്കുക. കുറച്ച് ന്യൂസ് പേപ്പറിൻ്റെ കഷ്ണം ഇതിലേക്ക് ഇട്ടിട്ട് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നല്ല തിളയ്ക്കുന്ന വെള്ളം തന്നെ ഒഴിച്ചിട്ട് ഇതിങ്ങനെ ഇതേപോലെ തന്നെ ഒരു ദിവസം വെച്ചാൽ മതി. ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു 2 മണിക്കൂറൊക്കെ അടുത്ത് വെച്ചാൽ തന്നെ ഇതിൻ്റെ അകത്തുള്ള സ്മെല്ലൊക്കെ നല്ല രീതിക്ക് തന്നെ പോയി കിട്ടും കേട്ടോ. രാത്രിയൊന്നും ഇതിൻ്റെ അകത്തൊന്നും നമ്മൾ ഇട്ട് വെക്കില്ലല്ലോ. അപ്പോൾ രാത്രി ഇത് ചെയ്യുന്നത് നല്ലതായിരിക്കും. രാവിലെ എടുത്തിട്ട് നമുക്കിത് ഒഴിച്ചിട്ട് ഒന്ന് കഴുകി കളയാവുന്ന കേട്ടോ. ഇതിൻ്റെ അകത്തുള്ള എല്ലാ തരത്തിലുള്ള സ്മെല്ലും പോയിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.